നമസ്തേ. ഇച്ഛയോടെ സുരാസുര സഞ്ചയം സ്വച്ഛവാരിധി തോയം കടയുമ്പോൾ കച്ചഭാകൃതി കൈകൊണ്ടുമേവിടും വിശ്വവ്യാപിയെ കാണുമാറാകണം. ഇന്ന് കേരള വിഷന്റെ പേരിന്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 411 എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാരി. ഇന്നത്തെ ദിവസം 9/11/2016 എന്ന ബുധനാഴ്ച. 9 എന്നാൽ 9 മാത്രമല്ലല്ലോ, ഒരു മാസത്തിൽ വരുന്നത് 2 നമ്പറുകൾ കൂടി 9ന്റെ സംഖ്യകളായിട്ട് വരുന്നുണ്ട്. 18ഉം 27ഉം എന്ന നമ്പറുകളൊക്കെ 9, 18, 27 എന്ന് പറഞ്ഞ സംഖ്യകളിലൊക്കെ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബുധനാഴ്ച വളരെ മോശമായ ഒരു ദിവസമാണ്. ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥ, ഭാവിയെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം ഒഴിച്ച് 9കാർക്ക് ഇനി വരുന്ന ഞായറാഴ്ച വരെയുള്ള ദിവസം വളരെ വളരെ നല്ലതാണ്. ഇതുപോലെ നിങ്ങളുടെ ഭാവി എങ്ങനെയാണെന്ന് അറിയുന്നതിന് ഭൂതവർത്തമാനം കൂടി അറിയാൻ പറ്റുന്ന സവിശേഷതയുള്ള ഒരു സംഗതിയാണ് ന്യൂമറോളജി. സത്യവ്യക്തത, കൃത്യബോധനം, പിഴയ്ക്കാത്ത പ്രവചനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രശാഖ ആയതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം. ഇതിലേക്ക് വിളിക്കുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭാവിയെ ഭാസുരമാക്കുന്ന ചില കാര്യങ്ങൾ ഇതിൽ നിന്നും കിട്ടുമെന്നുള്ള ആശയോടെ ഇന്നത്തെ ആദ്യത്തെ കോളറിനെ നമുക്ക് സഹൃദയം സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് കോൾ. ഹലോ 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 പറയൂ, പേര് പറയൂ. പേര് രശ്മി. പേര് രശ്മി. രശ്മി. RESHM RAS ആണ് അല്ലെ? RASMI. ഇനീഷ്യൽ എന്തുവാ? ഇ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 3/12/1989. എവിടുന്ന് വിളിക്കുന്നു? പാലക്കാട്. ഹലോ. ഒരു മിനിറ്റ്. കുട്ടി വിവാഹിതയാവാനായിട്ട് പറ്റുന്ന ഏറ്റവും റെഡി ആയിട്ടുള്ള ഒരു സമയമാണ് ഈ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും. ഈ കൊല്ലം കഴിഞ്ഞ പിന്നെ അടുത്ത കൊല്ലം പിന്നെ വിവാഹത്തിന് പറ്റില്ല. വിവാഹം എന്നത് 22 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പമുണ്ട്. 23 ആണെങ്കിൽ വളരെ നല്ലതാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് സമയം. വിവാഹിതയാണോ രശ്മി? വിവാഹിതയാണ്. എപ്പോഴാ കഴിഞ്ഞ ഒരു വർഷമേ പറയാൻ പറ്റുമോ? 2015 ജനുവരിയിലാണ്. ഞാൻ പറഞ്ഞത് തന്നെ, കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും നല്ലതാണ്. ഇത് 2016 ആണ്, കഴിഞ്ഞ കൊല്ലം 2015 ആണ്. പറഞ്ഞത് ഓക്കെ ആണല്ലോ അല്ലെ? അത് പേരിനകത്ത് ഒരു ചെറിയ ഒരു ദോഷമുണ്ട്. 33 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് അത്ര നല്ല ഒരു സമയമല്ല. വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടി ഉണ്ടാവുന്നതിനൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ കൺസീവിങ് ആണെങ്കിൽ അതും നല്ലത്. അടുത്ത കൊല്ലം അതിനൊന്നും മുൻഗണന നൽകരുത് എന്ന് ഞാൻ പറയുന്നു. പിന്നീട് 28 കഴിഞ്ഞ് 29 2018 മുതൽ പിന്നെ നല്ല സമയമാണ്. ഇതുപോലെ തന്നെ ജോലി പോലും ദൃഢതയായ സ്ഥിര വരുമാനത്തിലൊക്കെ ഉള്ള ഒരു ജോലി, ടെമ്പററി അല്ലാത്തൊരു ജോലിയൊക്കെ ലഭിക്കാനായിട്ട് 2018 മുതലാണ് അനുകൂലമായ ഒരു സമയമായിട്ട് കാണുന്നത്. യൂണിഫോം അണിയുന്ന ജോലി, ബാങ്കിങ് ഏർപ്പാടുകൾ, ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളും നല്ലപോലെ ദൈവാധീനമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായിട്ടാണ് നടക്കുന്നതെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് നല്ല അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. പൊതുവെ ഈ 16 വയസ്സിന് ശേഷമുള്ള 32 വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാലാണ്, 32ന് ശേഷമാണ് 48 വയസ്സ് വരെയുള്ള 16 കൊല്ലക്കാലം നല്ല കാലമായിട്ട്. 32 വയസ്സ് മുതൽ 16 കൊല്ലക്കാലം ആയ 48 വയസ്സ് വരെ വളരെ നല്ല കാലം ആയിരിക്കും കുട്ടിയുടെ.
അപ്പൊ അത് 30ാമത്തെ വയസ്സിൽ തുടങ്ങുകയും ചെയ്യും. ഇപ്പോ ഒരു ജോലിയിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡിസംബറിന്റെ ഉള്ളിൽ തന്നെ ആയിക്കോളൂ. 2017 അതിന് പറ്റുന്നൊരു സമയം അല്ല, കുറച്ച് ദോഷമുള്ള ഒരു സമയമാണ് രശ്മി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ടത്, എഴുത്ത്, രചന, ടീച്ചിങ് പ്രൊഫഷനും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടതൊക്കെ നല്ലതായിട്ട് പറയണു. എന്ത് ജോലിയാണ് ചെയ്യണത് രശ്മി? ജോലിയൊന്നും ചെയ്യുന്നില്ല. ഏത് ഡിവിഷനിലാണ് പഠിച്ചത്? എന്താണ് പഠിച്ചത്? കൊമേഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തിലാണ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ജോലിയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. വിവാഹം കഴിഞ്ഞു ഹൗസ് വൈഫായിട്ട്. കൺസീവിംഗ് ആണോ? കൺസീവ് ആയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് കുട്ടി. വിവാഹം ജസ്റ്റ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. 2018 മുതൽ വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് ഉറച്ച ഒരു തീരുമാനമാണ് കേട്ടോ. വിധിയുടെ ഒരു തീരുമാനം ഞാൻ വായിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. 9 പേരിന് ദോഷമുണ്ട്. രശ്മി ഇപ്രകാരമല്ല എഴുതാറ്. രശ്മി ഇദ്ദേഹത്തിന് വേറൊരു രീതിയിലൊക്കെ എഴുതണം. അതൊന്നും ഇപ്പൊ ഈ സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് അത് പേരിലൂടെ സൂര്യാന്ന് കേൾക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? കാരണം എന്റെ രജിസ്റ്റേർഡ് നെയിമാണ് രശ്മി, പക്ഷെ ജാതക പേര് സൂര്യരശ്മി ആണ്. സൂര്യരശ്മിയും അത് ദോഷം തന്നെ. സൂര്യരശ്മി ഇദ്ദേഹത്തിന് ദോഷമായിട്ട് വരും. വ്യാഴദശല ജനിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യനുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ കുറച്ചൊരു ദോഷത്തിലേക്ക് വരും. സൂര്യനും വ്യാഴവും തമ്മിൽ ഒരു യുദ്ധം എന്നാണ് പറയുന്നത്. അപ്പൊ സൂര്യരശ്മി എന്നുള്ള പേര് ഇടാതിരിക്കുന്നതാണെന്നല്ലേ. ഭർത്താവിന്റെ പേര് സൂട്ടബിൾ ആക്കിയിട്ട് അത് ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുകയോ പാസ്പോർട്ട് എടുക്കുകയോ വീണ്ടും അതൊരു ഉപയോഗയോഗ്യമാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് വരും. ഹോസ്പിറ്റലിലും ബാങ്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ബാങ്കിങ് ഹോസ്പിറ്റലിൽ തന്നെ അക്കൗണ്ടന്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഏർപ്പാടുകളൊക്കെ നല്ലതാണ് കേട്ടോ. യൂണിഫോം അണിയുന്ന ജോലിയൊക്കെ പറയുന്നത് ഹോസ്പിറ്റലൊക്കെ യൂണിഫോം ഒക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതും നല്ലത് തന്നെ. കലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മവും കുട്ടിക്ക് നല്ലതായിട്ട് പറയണം. ആർട്ട്, മീഡിയ, രചനാവൈഭവങ്ങള്, ഡിസൈൻ ചെയ്യുന്നത് ഒക്കെ നല്ലതാണ്. ആർക്കിടെക്ട് ഒക്കെ ആവുന്ന രീതിയിലും അങ്ങനെ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകളൊക്കെ പഠിച്ചോളൂ. 9 ഭാഗ്യസംഖ്യ. ചുവപ്പ് നിറവും മഞ്ഞ നിറവും ധരിക്കുക. വിളിച്ചതിൽ നന്ദി രശ്മി. ചുവന്ന ഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ചൊവ്വ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ശിലാഗ്രഹമാണ്, പാറയാണെന്നർത്ഥം. അന്തരീക്ഷത്തിലെ ഈർപ്പവും മന്നോഷ്ണവും കാരണം ഇരുമ്പ് തുരുമ്പിക്കുന്നു. തുരുമ്പിച്ച ഇരുമ്പും ഉപരിതലത്തിലുള്ള ചുവന്ന ധൂളി പടലങ്ങളും ചേർന്ന് ഈ ഇരുമ്പിന് ഒരു ചുവപ്പ് നിറം നൽകുന്നു. അതുകൊണ്ട് തന്നെ ചുവന്ന ഗ്രഹം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചുവപ്പ് കാരണം കൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ജനിച്ചവർക്ക് ചുവപ്പ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നൊക്കെ പറയാം. ചൂട് എന്നത് വരുന്നത് അഗ്നിയിൽ നിന്നാണ്. അഗ്നി ആയിട്ടുള്ള ബാധയിൽ നിന്നൊക്കെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാനും അപകടങ്ങളൊക്കെ ഉണ്ടാവാനും ബൈക്ക് ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നതും ഒക്കെ നല്ലതാണ്. സൈലൻസറൊക്കെ വീണിട്ട് അപകടങ്ങളും കത്തിപ്പോകുന്ന ഏർപ്പാടും വാഹനം കാറൊക്കെ ഓടിപ്പിക്കുമ്പോൾ പോലും അവർക്ക് ഇത് വരുന്ന കാരണോട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് 9 എന്നുള്ള സംഖ്യകളിലുള്ളൊക്കെ ഇവരുടെ വാഹനം വാങ്ങുന്നതൊക്കെ വളരെ നല്ലതാണ്. കൂട്ടി വരുന്ന തുക 9 എന്നത് കൂട്ടി വരുന്ന തുക 9 ആയാലും മതി. അതിൽ 9 എന്നുള്ളൊരു സംഖ്യ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 9 എന്നുള്ള സംഖ്യനെ പൊതുവെ പറയുന്നത് സംഖ്യാശാസ്ത്ര ലോകം പറയുന്നത് അത് ദൈവിക സംഖ്യയാണെന്നാണ്. അതുകൊണ്ട് തന്നെ 9, 18, 27 എന്ന് പറഞ്ഞ ഡേറ്റുകളിൽ ജനിച്ചവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇന്ന അക്ഷരങ്ങൾ ഇംഗ്ലീഷിലെ A മുതൽ 26 അക്ഷരങ്ങളായ Z വരെയുള്ള 26 അക്ഷരങ്ങളും ഏത് വേണമെങ്കിലും ഇടാം എന്നാണ് 9, 18, 27കാർക്ക് പറയുന്നത്. പ്രത്യേകമായിട്ട് അവർക്ക് നമ്പറുകളൊന്നും ABCDയിൽ എഴുതി വെച്ചിട്ടില്ല. കാരണം അതിന് ദൈവിക സംഖ്യക്ക് ദൈവത്തിന് എങ്ങനെ ആവണം എങ്കിലും ആയിത്തീരാമല്ലോ. അതുകൊണ്ട് ഏത് നമ്പറിലും വെക്കാം. അതിൽ AIJQY എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന അക്ഷരത്തിൽ Aയോ Bയോ ഒക്കെ ആണെങ്കിൽ അതിൽ A തന്നെയാണ് നല്ലത്. വളരെ വളരെ നല്ലതാണ്. നമുക്ക് ഇതുപോലെ ഇനിയും കൂടുതൽ വിവരങ്ങൾ 9നെ പറ്റി അറിയാം. അടുത്ത കോള് വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ, പേര് പറയൂ. പേരും ഡേറ്റ് ഓഫ് ബർത്തും പറയൂ. പേര് വിൻസിലിൻഡോ, ഡേറ്റ് ഓഫ് ബർത്ത് 16/7/1996. വിൻസി അല്ലേ? വിൻസി. VIN CY. ഇനീഷ്യൽ എന്താ? ലിൻഡോ. ഹസ്ബൻഡിന്റെ പേരാണ്. ഹസ്ബൻഡ് വരുന്നതിന് മുപ്പാട് സർട്ടിഫിക്കറ്റിലുള്ള പേര് പറയും. ബേബി. DD.
ബേബി വിൻസി ബേബി. ബി ഫോർ രണ്ടാമത്തെ അക്ഷരം അല്ലെ, ബി ഡി അല്ലെ, വിൻസി ബേബി. വിൻസി ബേബി. ശരി. എവിടുന്ന് വിളിക്കുന്നു? തൃശ്ശൂര്. കുട്ടി പഠിക്കുകയാണോ? പഠിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് സയൻസ് എടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കൊമേഴ്സിൽ CA MBA തുടങ്ങിയത് അതിന്റെ ഏറ്റവും സീലിംഗ് എഡ്യൂക്കേഷൻ വരെ കിട്ടാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. 25 വയസ്സ് വരെ വിദ്യയുണ്ടെന്നാണ് കാണുന്നത്. പക്ഷെ അത് ഇപ്പോഴുള്ള ഒരു സമയത്തിൽ 16 കഴിഞ്ഞ് 19ാമത്തെ വയസ്സ് മുതലുള്ള ഒരു സമയത്തിൽ ഇദ്ദേഹത്തിന്, ഇപ്പൊ 20 വയസ്സാണ്, കഴിഞ്ഞ കൊല്ലം മുതലുള്ള ഒരു സമയത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ദൂരെ പോയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് മാറിയിട്ടോ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല. പേര് ടോട്ടലി നല്ല പേരാണ്. വിൻസി എന്നുള്ള പേരിനകത്ത് കുറച്ചൊരു ദോഷമല്ല, അത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത്, പഠനകാലത്ത് പഠനം ചെയ്യുന്നതും ജോലിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നതും ഒക്കെ നല്ലതല്ല. ഒപ്പം പിതാവിന്റെ സാന്നിധ്യം വിദൂരത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ വിൻസി ബേബിക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിട്ടാണ് പറയുന്നത്. 20 വയസ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ? എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കുകയാണോ? ഏതാണ് വിഷയം? ഇപ്പൊ പഠിപ്പ് ഇത്തിരി ഇതായിട്ട് നിൽക്കുക. ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു, BCom ഫസ്റ്റ് ഇയർ ആയിരുന്നു പഠിക്കണ്ടായിരുന്നേ. ഓക്കെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, പഠിപ്പ് ഇപ്പൊ നിർത്തി വെച്ചിരിക്കാണ്. കഴിഞ്ഞ കൊല്ലാണോ കല്യാണം കഴിഞ്ഞത്? ഇപ്പൊ കഴിഞ്ഞല്ലോ. 2015 ഓക്കെയാണ്. 2016 മദ്യം വരെയും ഓക്കെയാണ്. അത് കഴിഞ്ഞ ഒത്തിരി മോശമുണ്ട്. ഏത് വർഷത്തിലാണ് കല്യാണം കഴിഞ്ഞ? 2016 ജനുവരിയിൽ. നല്ലത് തന്നെ, അതൊന്നും കുഴപ്പമില്ല. 19 വയസ്സ് മുതലുള്ള ഒരു സമയം വീട് വിട്ട് പോകണമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. അതായത് വിവാഹം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അങ്ങനെ വീട് വിട്ട് പോകാൻ പറ്റിയാൽ മാത്രമേ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. വിൻസി എന്നുള്ള പേരിനകത്തും ജാതകത്തിലും ആ ഒരു സ്ഥിതിവിശേഷമുള്ള കാരണം കൊണ്ട് അപ്രകാരം പോവുകയാണെങ്കിൽ നല്ലതാണെന്ന്. ഹസ്ബൻഡ് നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണോ? സ്റ്റേറ്റ് വിട്ടിട്ടോ അല്ലെങ്കിൽ എബ്രോഡോ ജോലി ചെയ്യുന്ന ആളാണോ? ആള് ഇവിടെ തന്നെയാണ്, ഡ്രൈവറാണ്. ഓക്കെ. എന്നും വീട്ടിലെത്തുമോ? എല്ലാ ദിവസവും വീട്ടിലെത്തും. ഓക്കെ. അദ്ദേഹത്തിന് പുറത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. കുട്ടി പഠിക്കുന്നതിന് ഈ വർഷം, അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പഠനത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ദോഷമില്ല എന്നാണ് കാണുന്നത്. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിലായല്ലോ അല്ലെ? കൊമേഴ്സ് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ സയന്റിഫിക് BSc എഞ്ചിനീയറിംഗ് ആർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ടതിലും ഒക്കെ നല്ലതാണ്. സിനിമ, ഫോട്ടോഗ്രാഫി, മൾട്ടിമീഡിയ, ഇതൊക്കെ നല്ലതായിട്ട് പറയുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ പോയിന്റിലേക്ക് എത്താനായിട്ട് കഴിയും. ക്ലിയർ ആയില്ലോ? പറഞ്ഞത് ഓക്കെ ആണല്ലോ? 4 ഭാഗ്യസംഖ്യ കേട്ടോ. അടുത്ത കൊല്ലം കുറച്ചൊരു മോശമാണ്. അതുകൊണ്ട് ഫെബ്രുവരിക്ക് ശേഷം പിന്നീട് പഠനം ആരംഭം കുറിക്കുന്നതല്ല. ഫെബ്രുവരി മാർച്ച് കാലങ്ങളിലൊക്കെ ആരംഭം കുറിക്കുകയാണെങ്കിൽ പിന്നീട് അടുത്ത കൊല്ലൊന്നും എക്സാം ഇല്ലല്ലോ. അതുകൊണ്ട് അടുത്ത 2018 മുതൽ വളരെ നല്ല സമയമായിട്ട് വരികയും ചെയ്യും. വിൻസിയുടെ കൂടെ ബേബി വരുമ്പോൾ അത് നല്ലതാണ്. ഭർത്താവിന്റെ പേര് എന്താണ്? ലിൻഡോ ഡേവിസ് കെ. ലിൻഡോന്ന് എഴുതുന്നുണ്ടോ ഇപ്പോ? ഇപ്പൊ എഴുതുന്നുണ്ട്. ലിൻഡോ വരുമ്പോ കുഴപ്പമില്ല എന്ന് പറയും. ജോലിയൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ്. കുട്ടി ജോലി ചെയ്ത് തന്നെ ജീവിക്കണം. ജോലി കിട്ടും. അർദ്ധ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടും ലിൻഡോ എന്നതുകൂടി ചേർക്കുമ്പോ കേട്ടോ. 4 ഭാഗ്യസംഖ്യ. വെള്ള നിറം, നീല നിറം ഒക്കെ ധരിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളൊക്കെ ധരിക്കുക. ചുവപ്പ് വർണ്ണമൊക്കെ ധരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇന്റർവ്യൂ എക്സാമിനൊക്കെ പോകുമ്പോൾ അത്തരം ധരിക്കുന്നതൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ചൊവ്വ എന്നത് ചുവപ്പ് നിറത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ചൊവ്വ എന്ന് പറഞ്ഞാൽ തന്നെ ചുവപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചൊവ്വ എന്നുള്ള പ്ലാനറ്റിനും അത്തരം ചുവപ്പ് രാശി കലർന്ന ഒരു അന്തരീക്ഷമുള്ള കാരണം കൊണ്ടായിരിക്കാം ചൊവ്വ എന്ന പേരിട്ടത്. ചൊവ്വ ഭൂമിയുടെ പുത്രനാണെന്നാണ് ശാസ്ത്ര മതം. ഭൂമിയോട് പോലെ തന്നെയുള്ള സാഹചര്യങ്ങളും ഭൂമിക്ക് സമാനമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ മംഗൾയാനൊക്കെ കണ്ടെത്തി ഇരിക്കുന്നത്. ആധുനിക വാന നിരീക്ഷകരൊക്കെ ആ ഒരു അവസ്ഥയിലേക്കാണ് അവര് ഈ കണ്ടെത്തിയ രീതികളൊക്കെ പറയുന്നത്.
9, 18, 27 എന്ന് പറഞ്ഞ സംഖ്യകളിൽ പ്രത്യേകിച്ച് 27 ജനിച്ചവര് ആണെങ്കിൽ, അതായത് ഈ നവംബറിൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ 9ഉം 18ഉം ഒരു ദിശയും, 27 ജനിച്ചവര് മറ്റൊരു ദിശയിലേക്ക് മാറുന്ന കാരണം കൊണ്ട് 9ലും 18ലും ജനിച്ചവർക്ക് കുറച്ച് വസ്തുതാപരമായിട്ട് അവർക്ക് കുറച്ച് ദേഷ്യം പെട്ടെന്ന് വരികയും അവർ മറ്റുള്ളവരോട് മുഖം നോക്കാതെ കയർത്ത് പറയുന്ന കാരണം കൊണ്ട് ശത്രുതാ മനോഭാവത്തിൽ അവരെ കാണാൻ ഇടവരികയും ഒക്കെ ചെയ്യും. എന്നാൽ 27-ാം തീയതി ജനിച്ചവർക്ക്, നവംബർ 27-ന്റെ കാര്യമാണ് പറയുന്നത്, നവംബർ 27-ാം തീയതി ജനിച്ചവർക്ക് അത്രയ്ക്ക് ദോഷമൊന്നും ഇല്ലാതിരിക്കുകയും കുറെ നല്ല ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥയൊക്കെ അവർക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ ഈ 9ഉം 18ഉം 27ഉം തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ 3ഉം 9ന്റെ തുല്യ രീതിയിലുള്ള സംഖ്യയാണെങ്കിലും 18 എന്ന് പറയുന്നത് 1 + 8 ചേർന്ന കാരണം കൊണ്ട് വരുന്ന സൂര്യനും ശനിയും വരുന്ന കാരണം കൊണ്ട് വരുന്നതാണ് 9 എന്നുള്ള പറഞ്ഞ ഒറ്റ സംഖ്യയാണെങ്കിൽ പിന്നെയും കുറച്ച് ഭേദമാണ്. സംഖ്യകളിൽ വെച്ച് ഏറ്റവും നല്ല സംഖ്യയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് 2ഉം 7ഉം ചേർന്ന 9 ആണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അത്തരം ആ ഡേറ്റിൽ ജനിച്ചവർക്ക് ഏത് മാസം ആയിക്കോട്ടെ, ഏത് ഇയർ ആയിക്കൊള്ളട്ടെ നല്ലതായിട്ട് പറയുന്നു. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. പേര് വേലായുധൻ. ഇനീഷ്യൽ പറയൂ. ഇനീഷ്യൽ PV, പുളിയാമ്പള്ളി PV. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 22/5/1968. എവിടുന്ന് വിളിക്കുന്നത് വേലായുധൻ? കാഞ്ഞങ്ങാട്. ഹലോ. ഓക്കെ, ഇപ്പൊ പറയാം കേട്ടോ. നക്ഷത്ര ഉത്തരാണ്. ശരി ശരി. പേര് നല്ല പേര് തന്നെ കേട്ടോ. വേലായുധൻ നല്ല പേരിൽ പെടുന്ന പേരാണ്. വേലായുധൻ, വേല് ആയുധമാക്കിയവൻ, സുബ്രഹ്മണ്യ സ്വാമി എന്നൊക്കെ അർത്ഥം വരും അതിന്. ഇപ്പോഴുള്ള ഒരു സമയത്തിന് ഇദ്ദേഹത്തിന് ഈ 48 വയസ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 49ലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ഭവനമൊക്കെ വരാനും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ പറ്റുന്നൊരവസ്ഥ ഉണ്ട്. ഈ വാഹനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതും കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ടതും കുറച്ച് സഞ്ചരിക്കുന്ന ജോലിയും കരകൗശലത്തിനോട് ചേർന്ന ഏർപ്പാടുകളും ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ്, നിർമ്മിതി, ഭവന നിർമ്മാണം പോലെയൊക്കെയുള്ളതിൽ അതിന്റെ കോൺട്രാക്ട് ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്. നല്ല ദൈവാധീനം നല്ല പോലെ ഉണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ക്രൈസിസും അപകടകരമായ ഒരു അവസ്ഥയും വേണ്ടപ്പെട്ടവരുടെ അകൽച്ച പോലും ഉണ്ടായ ഒരു വർഷമാണ്. ഇനി 2 മാസം കൂടി ഉണ്ട് അത് തീരണമെങ്കിൽ. 2016 കുറച്ച് മോശമായ ഒരു സമയമാണ്. 2017ലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ നല്ല ഒരു അവസ്ഥ വരും. ഭവനം വാങ്ങുന്നതും ഒക്കെ താങ്കളുടെ പേരിലാണെങ്കിൽ, ഇപ്പൊ ഉള്ളതും ഒക്കെ അങ്ങനെ വേലായുധൻ PVയുടെ പേരിലാണെങ്കിൽ അത് ദീർഘനാൾ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ചേർത്ത് വയ്ക്കുന്ന വസ്തുവകകൾക്കാണ് നല്ലത്. വാഹനം ഒഴിച്ച് സ്ഥാവര ജംഗമം എന്നാണ് പറയാ. സ്ഥിരമായിട്ട് നിൽക്കുന്ന സാധനങ്ങളൊന്നും വേലായുധൻ PVയുടെ മാത്രം പേരിൽ നിലനിൽക്കുന്നില്ല. എഞ്ചിനീയറിംഗ് മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ താങ്കൾക്ക് നല്ലതും. ജലസംബന്ധിയായതൊക്കെ നല്ലതായിട്ടാണ് പറയുന്നത്. ലിക്വിഡ്, പെട്രോള്, ആസിഡ് തുടങ്ങിയിട്ടുള്ള രീതികളിലൊക്കെ ഒക്കെ നല്ലതാണ്. എന്ത് ജോലി ചെയ്യും ആ ഒരു മാനസിക അവസ്ഥയുണ്ട്. നല്ല ശരീരഘടനയൊക്കെ അതിന് പറ്റുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴൊരു സമയം 48 ഇത്തിരി മോശമാണെന്ന് മാത്രമേ ഉള്ളൂ. 47 മദ്യം വരുമ്പോൾ 2015 മദ്യം മുതൽ ഇതിന്റെ ദോഷം ആരംഭിച്ചതായിട്ട് കാണുന്നുണ്ട്. 2017 മുതൽ വളരെ നല്ല സമയമാണ്. എന്ത് ചെയ്യണോ മിസ്റ്റർ വേലായുധൻ PV? ഞാനിപ്പോ കാഞ്ഞങ്ങാട് മാരിയമ്മ ക്ഷേത്രത്തിലത്തെ ജോലിക്കാരനാണ്. എന്താണ് അവിടത്തെ ജോലി? അവിടെ വാദ്യം കലയുമായിട്ടുള്ള ബന്ധപ്പെട്ടത് അല്ലേ? അതെ. ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞുവല്ലോ അതിന്റെ രീതി. ഞാൻ 7 കൊല്ലം ഈ പോസ്റ്റിംഗ് ആയിട്ട് ഇപ്പോഴും ടെമ്പററിയിൽ ഉണ്ട്. അതിന് ഭയങ്കര തടസ്സം. ഇല്ല, ഈ തടസ്സം ഇപ്പൊ ഉണ്ട് എന്ന് തന്നെയല്ലോ ഞാൻ പറഞ്ഞത്.
2017 ജനുവരി ഫെബ്രുവരി മുതൽ താങ്കൾക്ക് ഗുണമായിട്ടുള്ള ഒരു പുതിയ സംരംഭം, പുതിയ ശമ്പളം, ഒരു സ്ഥിര വരുമാനം ഒക്കെ ഉണ്ടാവും. അതുവരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം എന്നത് പോലും 37 വയസ്സിന്റെ അകത്ത് കല്യാണം കഴിക്കുന്നത് കുറച്ച് ദോഷമായിട്ടാണ് കാണുന്നത്. വിവാഹിതനായത് 37ലോ 38ലോ ആണെങ്കിൽ വളരെ നല്ലതാണ്. വിവാഹിതനായത് എപ്പോഴാണ് മിസ്റ്റർ വേലായുധൻ? ഞാൻ 36 വിവാഹമായി, ഇപ്പൊ 47 വയസ്സായി. അപ്പൊ ഇപ്പോ 48ആണ്. 48ാമത്തെ വയസ്സാണ്. 48. വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലാണോ 11 കൊല്ലാണോ? 11 കൊല്ലായി. 11 കൊല്ലം എന്ന് പറയുമ്പോഴാണ് 37 കേട്ടോ. 37 ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. പേരിനകത്ത് അതിലുള്ള ഒരു സംഭവം കൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞത്. ഈ കരകൗശലത്തിനോട് ചേർന്ന ഏർപ്പാടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇൻസ്ട്രുമെന്റ് ഒക്കെ ചെയ്യുന്നത് കരകൗശലമാണ് കേട്ടോ. പറഞ്ഞത് ഓക്കെയാണല്ലോ? പറഞ്ഞത് ഓക്കെയാണല്ലോ? അതെ അതെ. 2 ഭാഗ്യസംഖ്യ, അനുകൂലമായ നിറം നീല നിറം, വെള്ള നിറം, മഞ്ഞ നിറം ധരിക്കുക. ദൈവാധീനം നല്ല പോലെ ഉണ്ട്. അതിന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ജോലി ചെയ്യുന്നു അല്ലെ? അതെ അതെ അതെ. അതും ഒക്കെ തന്നെ. ഏതാണ് അവിടുത്തെ മൂർത്തി? ഏതാണ്? മാരിയമ്മ. ഓക്കെ. സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യമാണ് കൂടുതൽ കാണുന്നത്. ശിവന്റെ സാന്നിധ്യവും സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യമാണ് ധാരാളം കാണുന്നത്. അവിടേക്ക് ഒന്ന് പോയിട്ട് ഇടയ്ക്കിട്ടൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് വരുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, വിളിച്ചതിൽ നന്ദി മിസ്റ്റർ വേലായുധൻ. ഓക്കെ, താങ്ക് യു. 7-ാം തീയതി തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 11-ാം തീയതി കോട്ടയത്തും, 12-ാം തീയതി 2ാം ശനിയാഴ്ച കൊല്ലത്തും ക്യാമ്പുണ്ട്. 14-ാം തീയതി തൊടുപുഴയില്, 18-ാം തീയതി ചേർത്തലയിലും, 19-ാം തീയതി പത്തനംതിട്ടയിലും, 21-ാം തീയതി കോഴിക്കോടും, 22-ന് കണ്ണൂരും, ബുധനാഴ്ച എറണാകുളത്തും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിന്റെ അവസാനം പേരും മൊബൈൽ നമ്പറും പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പേരിന്റെ വിസ്മയത്തിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചെത്താം. വെൽക്കം ബാക്ക്. പേരിന്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാലാചാരി അവതരിപ്പിക്കുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. അലിയാർ MM. അലിയാർ ALIYAR. അലിയാർ MM. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 15/1/65. ഹലോ. പറയാം. എവിടുന്ന് വിളിക്കുന്നത്? കോതമംഗലം. അലിയാറിന്റെ വിവാഹം കഴിഞ്ഞത് 29ലോ 30ലോ ആണെങ്കിൽ നല്ലതാണ്. അതല്ല അതിന്റെ മുൻപൊക്കെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അലിയാർ നല്ല പേരാണ്. അതിന്റെ കൂടെ MM വന്നപ്പോ കുറച്ചൊരു ദോഷം. 17 വയസ്സിന് ശേഷം 17 കൊല്ലക്കാലമായ 34 വയസ്സ് വരെ ഉണ്ട്. 34 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം ചെയ്താൽ തന്നെ സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സമയം അദ്ദേഹത്തിന് നല്ലൊരു സമയമാണ്. 51-ലെത്തി നിൽക്കുന്ന ഈ നേരത്ത് സ്വന്തമായിട്ടൊക്കെ വീടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയും, ജോലിയിൽ അനുകൂലമായ മാറ്റമുണ്ടായി ശമ്പള വർധനവ് ഉണ്ടാവാൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പണം കയ്യിലിരിക്കുന്നില്ല, പണം നഷ്ടം വരിക, വാങ്ങിയത് കൊടുക്കാൻ പറ്റാതെ വരിക, തിരിച്ച് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റാതെ വരിക, അതിന് കേസും കോടതിയും ഒക്കെ വരേണ്ടതായ ഒരു അവസ്ഥ വരിക. ധനം അഴിക്കുമ്പോഴും കൊടുക്കുമ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉള്ള കാരണം കൊണ്ട് താങ്കൾ പണം ആർക്കും താങ്കളുടെ കൈ കൊണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും, പണം ഇപ്പൊ വിവാഹിതനാണെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ച് അവര് കൈകാര്യം ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ, 2 ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചെയ്യുന്നത് 2 പേരും കൂടിയിട്ടൊക്കെ അക്കൗണ്ട് ഒക്കെ ബാങ്കിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒക്കെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ധനികനായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അത് ഇപ്പൊ മുതലുള്ള ഒരു സമയം അനുകൂലമാണ്.
ഇദ്ദേഹത്തിന് കുറച്ച് കഠിനമായ ജോലി സ്വന്തം നാട്ടിലല്ലാതെ ചെയ്യുക, ഏരിയ എവിടെയാണ് അവിടുന്ന് കുറച്ച് മാറിപ്പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് പറയുന്നുണ്ട്. 21 വയസ്സ് മുതൽ സ്വന്തം കരുത്തിനാലെ ജീവിതം ആരംഭിച്ച വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാഗ്യസംഖ്യ 6 പേരിനകത്ത് ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സർക്കാരിന്റെയോ അർദ്ധ സർക്കാരിന്റെയോ ഒക്കെ ജോലി, കോൺട്രാക്ട് വ്യവസ്ഥയിലൊക്കെ കിട്ടുന്ന വരുമാന മാർഗങ്ങളും ട്രഷറിയിൽ നിന്ന് ബില്ല് മാറാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ ഇദ്ദേഹത്തിന് കാണുന്നുണ്ട്. ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും ഒക്കെ ഇടയുള്ള ഒരു ആളായ കാരണം കൊണ്ട് ആർക്കും ജാമ്യം നിൽക്കുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് പറയുക. 6 ഭാഗ്യസംഖ്യ. നീല നിറം ജാസ്തി ധരിക്കുക, ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക. എന്ത് ചെയ്യണു അലിയാർ MM? എന്ത് ബിസിനസ് ആണ്? ടിമ്പർ ബിസിനസ് അല്ലേ? പിന്നെ അതിന്റെ കമ്പനി സ്വന്തമായിട്ട് നടത്തണോ? നല്ലത് തന്നെ കേട്ടോ. ഭയങ്കര ലോസിലാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യം അതാണ്. താങ്കളായിട്ടൊരു പൈസ കൊടുക്കലും വാങ്ങലും ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ താങ്കൾക്ക് മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത്. വിവാഹം കഴിച്ചത് എത്രാമത്തെ വയസ്സിലാണെന്ന് ഒന്ന് പറയാമോ? 29-30. പറഞ്ഞത് ഓക്കെ ആണല്ലോ അല്ലെ? ആ കാലത്ത് തന്നെയാണ് വിവാഹം കഴിയേണ്ടത്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് അതിനൊരു പരിഹാരമായിട്ട് പറയുന്നത്. 2 ആളുടെ പേരിലും കൂടി ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചെയ്യുക. ATM കാർഡൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് മാത്രം അത് വിഡ്രോ ചെയ്യാൻ കഴിയുമല്ലോ. താങ്കൾ ഒരാൾക്കും പൈസ കൊടുക്കണ്ട. ശമ്പളക്കാർക്കൊക്കെ പൈസ കൊടുത്തേക്കോ, അതല്ല ഞാൻ വേണ്ടെന്ന് പറയുന്നത്. തിരിച്ചു കിട്ടണം എന്നുള്ള വ്യവസ്ഥയിൽ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടാനായിട്ട് ഇട കാണുന്നില്ല. ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും ഒക്കെ ഇടയുണ്ട്. അതാണ് ഡിയർ. അതിന് പണത്തിന് സംബന്ധിച്ച് താങ്കൾക്കൊരു പ്രശ്നമാണ്. ആ പ്രശ്നം താങ്കൾ കൈകാര്യം ചെയ്യാതിരുന്നാൽ താങ്കളുടെ ജാതകത്തില് ഇന്ന് വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർക്കാൻ പറ്റും. 6 ഭാഗ്യസംഖ്യ. വിളിച്ചതിൽ നന്ദി മിസ്റ്റർ അലിയാർ. വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിൽ 9 മഹാന്മാരുണ്ടായിരുന്നു. അവരെ നവരത്നങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോരോ വിഷയങ്ങളിൽ അങ്ങേയറ്റം പ്രാവീണ്യം നേടിയവരായിരുന്നു അവർ. ധന്വന്തരി, ക്ഷപണൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, ഘടകർപ്പരൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി. അങ്ങനെ 9 പേരായിരുന്നു. വരരുചി ആണത്രേ ന്യൂമറോളജി എന്ന ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. സംഖ്യാശാസ്ത്രം, സംഖ്യകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, സംഖ്യ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ അളക്കാം, അവന്റെ ഭാവി ഭൂതവർത്തമാനങ്ങൾ അതിലെങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിന്റെ വിജ്ഞാനം തന്ന ഒരു മഹർഷി വരരുചിയാണെന്നാണ് പറയുന്നത്. അത് ഓരോ സംഭവങ്ങളും ഉണ്ടാവുന്നതിന്റെ ഉപജ്ഞാതാക്കൾ ആയിട്ടാണ് ഈ നവരത്നങ്ങളെ കണക്കാക്കിയിരിക്കുന്നത്. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ 9 രത്നങ്ങളായിട്ടും അറിയപ്പെടുന്നു. ഈ മഹാന്മാര് നവരത്നങ്ങളിൽ പെടുന്നതായിരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. അവസാനത്തെ കോളറാണ് അദ്ദേഹം. ഹലോ ഹലോ. പേര് പറയൂ. പേരൊന്നുകൂടി പറയൂ. അശ്വതി KD. അശ്വതി അല്ലേ? അശ്വതി KD. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 9/9/1998. എവിടുന്നാ വിളിക്കുന്നത്? ഞങ്ങള് ഇത് വാടാനപ്പള്ളി. വാടാനപ്പള്ളി. ശരി ശരി. സംഖ്യാശാസ്ത്രപരമായിട്ട് പേര് നല്ലതാണ്. അതിന്റെ നമ്പർ കൊണ്ടാണ് ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ വൊക്കാബുലറി, അതിന്റെ ഒരു തിയറിറ്റിക്കലായിട്ട് ഈ പേര് ഇങ്ങനെ ഇടാൻ പാടില്ല. നമ്മൾ അശ്വതി ഒരു നക്ഷത്രത്തിന്റെ പേരാണ്. കുട്ടി അശ്വതി നക്ഷത്രത്തിലാണോ ജനിച്ചത്? അതെ അതെ അതെ, അശ്വതി നക്ഷത്രം. അപ്പൊ തീർച്ചയായിട്ടും ആ നക്ഷത്രത്തിൽ ജനിക്കുകയും അതേ നക്ഷത്രത്തിന്റെ നാമകരണം ചെയ്യുന്നതും ദോഷമാണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ശേഷം ഒരു സഹോദരൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ല. ഉണ്ടോ? അല്ല, ഈ കുട്ടിക്ക് ശേഷം ഒരു സഹോദരൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലാന്ന്.
അത് കാരണം വന്നത് ഇതുകൊണ്ട് ആണ്. ഈ കുട്ടിക്ക് ഇങ്ങനൊരു പേരിട്ട കാരണം കൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് മുൻപുള്ള ഒരു സഹോദരന് പോലും കുറച്ച് ദോഷമുണ്ട്. ഇവര് രണ്ട് ധ്രുവങ്ങളിൽ കഴിയേണ്ടതായിട്ട് വരുന്നു. ഒറ്റ വീട്ടിൽ കഴിഞ്ഞാല് ഇവർക്ക് ഒരാൾക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടും, അത് മൂത്തവന് തടസ്സപ്പെടും. കുട്ടി അശ്വതി വിദ്യ കൊണ്ടൊക്കെ നല്ല നേട്ടം ഉണ്ടായൊക്കെ പോവും. ഹോസ്പിറ്റലൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട യൂണിഫോം അണിയുന്ന പോലീസ്, പട്ടാളം, അതിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയും, ഗതാഗത സൗകര്യങ്ങൾ, യാത്ര ചെയ്യുന്ന റെയിൽ പോലെയൊക്കെയുള്ള റെയിൽവേയിലൊക്കെ ജോലി കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ കുട്ടിക്ക് പറയുന്നുണ്ട്. അത്തരത്തിൽ അപ്പൊ എഞ്ചിനീയറിംഗുമായിട്ടുള്ള ബന്ധപ്പെട്ടത്, കൊമേഴ്സ് എടുക്കുന്നതും ഒക്കെ അതിൽ നല്ലതായിട്ടാണ് കാണുന്നത്. യൂണിഫോം ബേസ്ഡ് ജോബ് എന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഈ വർഷം ഇപ്പൊ 18 വയസ്സാണ്. 2016 കുറച്ച് മോശമായ ഒരു സമയമാണ്. പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തോൽക്കാനോ മാർക്ക് കുറയാനോ, ജയിച്ചാൽ തന്നെ പൂർണ്ണമായിട്ട് സംതൃപ്തിയോടുകൂടി ജയിക്കാതിരിക്കാനൊക്കെ പറ്റുന്നൊരവസ്ഥയുണ്ട്. അടുത്ത കൊല്ലം മുതൽ നല്ല സമയമാണ്. വേഗം വിവാഹം ചെയ്ത് കൊടുക്കുക. അത് 21ാമത്തെ വയസ്സിൽ വിവാഹിതയാവുക. അതാണ് ഇതിനൊരു പരിഹാരമായിട്ട് പറയുക. ഇപ്പൊ 18 വയസ്സാണ്, 3 കൊല്ലം കഴിഞ്ഞാൽ വിവാഹം ചെയ്യാം. 2019 എന്ന് പറയും. 2019 വിവാഹം എന്തായാലും കഴിച്ചിരിക്കണം. അശ്വതി ചിലപ്പോൾ പറയും എനിക്ക് ജോലിയൊക്കെ കിട്ടി, അപ്പോ ഒരു വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഇത് മതി എന്നൊക്കെ, വിവാഹം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നീട്ടി വെക്കാനായിട്ട് ഇടവരരുത് കേട്ടോ. 9 ഭാഗ്യസംഖ്യ. ചുവപ്പ് നിറം ധാരാളം ധരിക്കുക. ചുവപ്പും മഞ്ഞയും ധരിക്കുക. എന്താണ് പഠിക്കുന്നത് കുട്ടി? എവിടെയാണ്? വീട്ടില്? ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ. വളരെ നല്ലത് തന്നെയാണ്, വളരെ നല്ല. എഞ്ചിനീയറിംഗുമായിട്ട് കൊമേഴ്സ്, കണക്ക് ശാസ്ത്രത്തിലൊക്കെ എടുക്കുന്നതൊക്കെ നല്ലതാ. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ എന്ത് വിഭാഗത്തിലാണ് പഠിക്കുന്നത്? അത് ബിടെക് കഴിഞ്ഞു, മെക്കാനിക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടി പുറത്താണല്ലോ അല്ലെ? അതായത് കുറച്ച് ദൂരെ പഠിക്കാണല്ലോ അല്ലെ? അല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 30 കിലോമീറ്റർ ദൂരമാണ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഈ അശ്വതിയുടെ വിവാഹം വേഗം കഴിച്ചുകൊള്ളും. 21ാമത്തെ വയസ്സിൽ കഴിച്ചോളൂ. അത് വളരെ നല്ല ഗുണമായിട്ട് വരും ചെയ്യും കേട്ടോ. പോരെ? ഓക്കെ, മതി. വിളിച്ചതില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. 7-ാം തീയതി തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 11-ാം തീയതി കോട്ടയത്തും 12-ാം തീയതി കൊല്ലത്ത്, 2ാം ശനിയാഴ്ച. 14-ാം തീയതി തൊടുപുഴയിലും 18-ാം തീയതി ചേർത്തലയിലും 19-ന് പത്തനംതിട്ടയിലും ക്യാമ്പുണ്ട്. 21-ാം തീയതി കോഴിക്കോടും 22-ാം തീയതി കണ്ണൂരും, എല്ലാ ബുധനാഴ്ച എറണാകുളത്തും ക്യാമ്പുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, മൊബൈൽ നമ്പർ 80 86 11 97 55 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. 8086 11 9755. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതിന് 9847 90 00001 9840 970 000001 9847 90 00001. ദുരാഗ്രഹിയും അധർമ്മചാരിയുമായിരുന്നു ദുര്യോധനൻ. ഒരു പഴയ കഥ പറയുകയാണ്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന്റെ തലേന്ന് അദ്ദേഹം അനുഗ്രഹം തേടി തന്റെ മാതാവായ ഗാന്ധാരിയുടെ സമീപത്ത് ചെല്ലുന്നു. ആദർശവതിയായ ഗാന്ധാരി മകനോട് പറഞ്ഞത് അനുഗ്രഹം തേട ചെന്ന മകനോട് ഗാന്ധാരി പറഞ്ഞത്, യഥോ ധർമ്മ തഥോ ജയ, നിന്റെ ചെയ്വനകളാണ് നിനക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വനത്തിലേക്ക് പോകും മുമ്പ് കൗസല്യയുടെ അനുഗ്രഹം തേടാൻ ചെന്ന രാമനോടും പറഞ്ഞത് ഇത് തന്നെയാണ്. വനത്തിൽ നിന്റെ ധർമ്മം നിന്നെ രക്ഷിക്കും. അനാദികാലം മുതൽ ധർമ്മചാരികൾക്ക് വിജയമുള്ളൂ എന്ന പാഠമാണ് ഈ പുരാണ കഥാ സന്ദർഭങ്ങൾ നമ്മളെ കാട്ടിത്തരുന്നത്. ധർമ്മം എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതായി പുരാണ ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ധർമാധിഷ്ഠിതമായ കർമ്മം ചെയ്തിട്ടുള്ളവരൊക്കെ കിടാവിളക്കുകളായി
നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ നാളെ അറിയണമെങ്കിൽ, അറിയപ്പെടുന്നത് നല്ല രീതിയിൽ ആവണമെങ്കിൽ അവന്റെ ധർമ്മം, കർമ്മം ഇതെല്ലാം മറ്റൊരാൾക്ക് അസഹിഷ്ണുത തോന്നാത്ത വിധത്തിൽ ആക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ രാമനോട് കൗസല്യ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കും സംഭവിക്കുക. നിന്റെ ധർമ്മമാണ് നിന്നെ രക്ഷിക്കുക. ധർമ്മം രക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ രാമനെന്നും ദുര്യോധനനെന്നും എന്നൊക്കെ പറഞ്ഞ നാമങ്ങളിൽ നിന്ന് തന്നെ ഇത് ശുദ്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുര്യോഗം ഉള്ള ആള്. രാമൻ എന്നുള്ള പേരിനകത്ത് ഒരു മാൻ പവർ ഉള്ള കാരണം കൊണ്ട് തന്നെ രാമൻ ഒരു മര്യാദാ പുരുഷോത്തമനായിട്ട് തീർന്നു. ഒരു ദുര്യോധനന്റെ ദുര്യോഗങ്ങൾ നോക്കൂ. ഇത് തന്നെയാണ് നമ്മുടെ നാമം മാതാപിതാക്കൾ ഇട്ടു തന്നതാണ്, നമ്മൾക്ക് ചാർത്തി തരുന്നതാണ് നമ്മൾക്ക്. എങ്കിലും നമ്മളുടെ വഴി ഇത് തടസ്സപ്പെടുത്തുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നാമം നമ്മുടെ നല്ലതാക്കി വരാനായിട്ട്, ചിത്രീകരിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഇനി യൂട്യൂബിലും അടുത്ത ബുധനാഴ്ച കേതുവിനെ പറ്റി പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതിൽപ്പെടാത്ത ഒരാളും ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല. കാണുക, നിങ്ങളുടെ ഭാവിയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഉണ്ടാവും എന്നുള്ള ആശംസയോടെ ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗുഡ് നൈറ്റ്.